നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഇന്ന് രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് അതിസന്തോഷകരമായതും മറ്റൊന്ന് അതുപോലെ അതിദുഃഖകരമായതും. ആദ്യം നമുക്ക് സന്തോഷത്തിലേക്ക് എടുക്കാം. മറ്റൊന്നുമില്ല, ഇപ്പോൾ 1969 എയർപോർട്ട് എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് വന്ന് വിമാനത്താവളം വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. 69 പോയിട്ട് ഇപ്പോൾ 55 വർഷമായി. അപ്പോൾ 25 വർഷം കഴിഞ്ഞ് തുടങ്ങി, ഇപ്പോൾ 25 വർഷം കഴിഞ്ഞ് വന്നിട്ട് 50 വർഷം, മോർ ദാൻ 50 years. അതിൽ അങ്കമാലി എയർപോർട്ട് മെഗാ ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ് അതും പറഞ്ഞ് 99 25 വർഷം കഴിഞ്ഞ് അതിൻ്റെ ഏതാണ്ട് ഭാഗികമായിട്ട് പണി തുടങ്ങി. അത് മുൻപ് തന്നെ 50 വർഷം മുൻപ് അന്ന് സുഭാഷ് പാർക്കും പിന്നെ രാജേന്ദ്ര മൈതാനിയും അതിനുശേഷമാണ് മറൈൻ ഡ്രൈവും വന്നത്. ഇവിടെ എല്ലാം പോയി ഇരുന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി, ജങ്കാർ ആ ഭാഗത്ത് നോക്കി സ്വപ്നം കാണുമായിരുന്നു. എന്താണെന്നറിയോ, ഇതിൽ ഒരു അടിയിൽ കൂടിയ മുകളിൽ കൂടിയൊരു വഴി വേണമെന്ന്. അടിയിൽ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് അടിയിൽ കൂടിയ മുകളിൽ കൂടിയ വഴി വേണമെന്ന്. അത് സ്വപ്നമായിരുന്നു 50 വർഷം മുമ്പ്. അതൊരു 25 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പോൾ 25 വർഷം മുൻപ് അതൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചു. അതിൽ കണക്കും പറഞ്ഞു, അടിയിൽ കൂടിയാണെങ്കിൽ എത്ര, മുകളിൽ കൂടിയാണെങ്കിൽ എത്ര എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ ഏതായാലും ഞാൻ ചുരുക്കി പറയട്ടെ, ഏതായാലും വളരെ സന്തോഷമായൊരു കാര്യം, ഇന്നിപ്പോൾ LDF ഗവൺമെൻറ് PWD മന്ത്രിയുടെ ഒരു അറിയിപ്പ്, അത് അടിയിൽ കൂടി 3.5 മീറ്റർ സൈഡ് റോഡും പിന്നെ 4.5 മീറ്റർ മെയിൻ ഹൈവേയും അങ്ങനെ പണിയാൾ തീരുമാനമുണ്ടെന്നും ഏതാണ്ട് ഒരു 2600 കോടി രൂപ വരുമെന്നും പോർട്ട് ട്രസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം കിട്ടിയാൽ 2 വർഷത്തിൽ പൂർത്തിയാക്കാമെന്നും മാത്രമല്ല ഓരോ 500 മീറ്റർ ഉള്ളിലും സെക്യൂരിറ്റി സൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരിത്. അത് വളരെ സന്തോഷകരമല്ലേ? തന്നെയുമല്ല, ഇതുങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് അടുത്ത അസംബ്ലി ഇലക്ഷൻ മുമ്പായിട്ട്, അസംബ്ലി ഇലക്ഷൻ ഏപ്രിൽ മെയ്യിലാണല്ലോ, അതിന് മുമ്പായിട്ട് തറക്കല്ലിടും. അത് LDFനെ സംബന്ധിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു പൊൻതൂവലാണ് സാർ, ഒരു പൊൻതൂവലാണ്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോഴേ എതിർത്തിട്ട് കാര്യമില്ല, അനുകൂലിക്കണം. ഏത് പാർട്ടികളും ഏത് ജാതിയാണെങ്കിലും അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇത് കഴിഞ്ഞ് ഇനിയൊരു 25 വർഷം കഴിയുമ്പോഴെങ്കിലും ഈ ഫോർട്ട് ചെന്ന പിന്നെ വഴി ആ കടലിൻ്റെ സൈഡ് പിടിച്ച് നേരെ ആലപ്പുഴയിലേക്ക് കടൽപ്പാലം, 35-40 കിലോമീറ്റർ വരുന്ന കടൽപ്പാലം 2 വേ സംവിധാനത്തിൽ, ഇപ്പോൾ ബോംബെയിലൊക്കെ ഉണ്ടാക്കിപ്പോലെ അതുവേണ്ടി ശ്രമിക്കണം. അപ്പോഴാണ് പരിപൂർണമായിട്ടും നമ്മുടെ വൈറ്റില, എടപ്പള്ളി, അരൂരിലെ ആ ട്രാഫിക് ബ്ലോക്കല്ല, ബ്ലോക്ക് മാറും, ജാം മാറാൻ പ്രയാസ, ജാം മാറി കിട്ടുള്ളൂ. അതിന് പല വരി ചെയ്തിട്ടും ഒന്നുമായിട്ടില്ല. തന്നെയുമല്ല, അപ്പോൾ സങ്കടകരമായ ഒരു കാര്യം പറയാവുന്ന വേറെയാണ്. ഇത് പറയാം, ഇതിനോടനുബന്ധിച്ച് സങ്കടകരമായ ഒരു കാര്യം പറയുന്നത് വൈറ്റില മേൽപ്പാലം. അത് ഞങ്ങൾക്ക് എത്രയോ സമരം ചെയ്തു, ഇത് 2 വേ പോരാ, 3 വേ വേണം, ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴത്തേക്ക് 2 വേ. അതോട് ഒരു രക്ഷയില്ല. വൈറ്റില കഴിഞ്ഞ ദിവസം വൈറ്റിലേക്ക് ചെന്നപ്പോഴല്ലോ ഒരു 10 മണിയായിട്ടുണ്ട്, അപ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. അത് 3 വേ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല. അത് ബുദ്ധിശൂന്യരായ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ലെന്ന് മാത്രമല്ല, വൈറ്റിലയിലെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഫ്ലൈ ഓവറിൽ പിന്നെ റെയിൽവേ ഓവർ, ഫ്ലൈ ഓവർ അല്ലെങ്കിൽ 2ാം നിലയുടെ പ്ലാൻ ഇവിടെ വന്നില്ല. അവർ ഇവിടുന്ന് സ്കെച്ച് കൊടുത്തിട്ട് ട്രിവാൻഡ്രത്ത് ഇരുന്ന് പാസ്സാക്കി കൊടുത്താൽ ഒരു ഫ്ലൈ ഓവർ പാസ്സാക്കി. അവർക്ക് എന്താ ട്രിവാൻഡ്രത്തുകാർക്ക് അല്ലെങ്കിൽ അവിടേക്ക് ജോലിക്കാർക്ക് ഇവിടെ അത് ഒരു ഗുണമില്ലാതെ പോയി. ഞങ്ങൾ നിരന്തരമായിട്ട് എത്രയോ സമരം ചെയ്ത് എത്ര പ്രചരണം നടത്തി, മനോരമ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യാനുണ്ടായി. അതൊന്നും ആ വിഡ്ഢികളായ ഉദ്യോഗസ്ഥന്മാരെ ശ്രമിച്ചില്ല. ഇപ്പോൾ വീണ്ടും വൈറ്റില ആ കഴുത്തുമുട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ട്രാഫിക് ജാമിലാണ്. എന്തുകൊണ്ട് ഇത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദുഃഖകരമായ വാർത്ത. പള്ളുരുത്തി സ്കൂളിലെ ആ മാനേജ്മെൻറ്റും PTA പ്രസിഡൻറ്റും PTAയും സഭയും കൂടി കേരള ഗവൺമെൻറ്റിനെയും പൊതുജനങ്ങളെയും വിശിഷ്ട മുസ്ലിം സമുദായത്തെയും വഞ്ചിച്ച ഒരു വിഷയമാണ്. കൊടും വഞ്ചന, വെറും കൊടും വഞ്ചനയാണ്.
എന്നറിയണ്ടേ? അതായത് ശിരോവസ്ത്രം ധരിക്കാൻ അനുവാദമുള്ള ഒരു സ്ഥലത്ത് ശിരോവസ്ത്രം ധരിച്ചു വരുന്ന കുട്ടിയെ അത് ഊരി വൈപ്പിച്ച് ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ശിരോവസ്ത്രം അണഞ്ഞാണ് കുട്ടി വരുന്നത് വീട്ടുകാരെയും ജനങ്ങളെയും ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തി. അതങ്ങനെയല്ല, ഞങ്ങൾ സമ്മതിച്ചില്ല എന്ന് രേഖാമൂലം കൊടുക്കുകയും ചെയ്തു. മണ്ടന്മാരായ വിഡ്ഢികളായ ആ കന്യാസ്ത്രീയും ഈ സഭയും PTA പ്രസിഡന്റൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളങ്ങനെ അനുവദിച്ചില്ല എന്ന്. അതൊരു കൊടും വഞ്ചനയില്ലേ? നാളെ ഒരുത്തൻ കോടതിയെ സമീപിച്ചാൽ ആ കൊടും വഞ്ചനയ്ക്ക് എത്ര വർഷത്തെ ശിക്ഷയാണെന്നറിയോ? സ്കൂളിലെ സാങ്ഷൻ തന്നെ കളയും. ഇതെന്താ വെള്ളിരിക്ക പട്ടണം പോലെയോ? ശിരോവസ്ത്രം അണഞ്ഞാൻ പറയാൻ പാടില്ലെന്ന് പറയും ഏത് സ്കൂളിനാണ് അവകാശം? ഇന്ത്യയിൽ ലിഖിതമായ ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന ഇവിടത്തെ പോലെ അലിഖിതമല്ല, വായ്മൊഴിയല്ല, വരമൊഴിയുണ്ട്. കേരളത്തിൽ റൂളുണ്ട്, കേരള എഡ്യൂക്കേഷൻ റൂൾ. കേരള എഡ്യൂക്കേഷൻ റൂളിലും ശിരോവസ്ത്രം അണിയാൻ പാടില്ലെന്നില്ല. ശിരോവസ്ത്രം ധരിക്കാൻ എന്താണ് കുഴപ്പം? അതേസമയം ഞങ്ങൾ പർദ്ദയിട്ടാൽ ഒരു കുട്ടി വരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് പാടില്ലെന്ന് പറയാം. അല്ലെങ്കിൽ പർദ്ദയുടെ കൂടെ തന്നെ ആ മുഖം മറച്ച് തുണിയിട്ട് വരുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് അങ്ങനെ ഇട്ട് വരുന്നവർക്ക് ബാസിൽ വെടിവെച്ച് കൊന്നാലും ഞങ്ങൾക്ക് പരാതിയില്ല പറയാം. അതൊരു അംഗീകരിക്കാൻ പറ്റാതും. ഏത് നിയമത്തിൻ്റെ പേരിലാണ്, ഏത് മതത്തിൻ്റെ പേരിലാണ്, ഏത് മതമാണെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് തലമറക്കുക, അതിൻ്റെ ഇന്നലെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ ഗുണങ്ങളൊക്കെ. അങ്ങനെ തലമറക്കാൻ അനുവാദമുള്ള ഇന്ത്യയിലെ, കേരളത്തിലെ, എറണാകുളത്തെ സ്കൂളുകളിൽ തലമറച്ച് അനുവാദം ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും കുട്ടി ധരിച്ചു വരുമ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ കിടക്കുമ്പോൾ അത് ഊരി ബാഗിൽ വെച്ച് മറച്ച് മറ്റുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് വഞ്ചന, കൊടും വഞ്ചനയാണ്. ആ വഞ്ചനയുടെ പേരിൽ ആരെങ്കിലും കോടതിയിൽ പോയാൽ സഭയും PTAയും ഈ പ്രിൻസിപ്പാളെല്ലാം ജയിലിൽ എണ്ണേണ്ടി വരും. അങ്ങനെ ആർക്കും പ്രത്യേക അധികാരമൊന്നുമില്ല. നിങ്ങളൊരു സ്ഥാപനം നടത്തണമെങ്കിൽ അത് കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചായിരിക്കണം. KER എന്ന സാധനമുണ്ട്, നേരത്തെ ഉള്ളതാണ്, എഴുതപ്പെട്ടാണ്. നിങ്ങൾ സ്കൂളിൽ പ്രത്യേക ഒരു ബയലൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലെ ഇതാണ് നെറിയേട് കാണിക്കരുത്. അതായത് ഒരു മുസ്ലിം പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഹിന്ദു പെൺകുട്ടി തലയിൽ ഒരു മീറ്റർ തുണി വെച്ച് തല മറച്ചു വന്നാൽ മറ്റ് കുട്ടികൾ കാണുമ്പോൾ ഭയപ്പെടുന്നു പറയുമ്പോൾ ആ സിസ്റ്ററെ വേണ്ടേ തല്ലാൻ? ഇവിടെ നോക്കിയാണ് സിസ്റ്റർ പറഞ്ഞത്. ആ സിസ്റ്റർ ഇംഗ്ലീഷിൽ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു, അത് ഞാൻ പറഞ്ഞില്ല, സിമ്പിൾ കേസ്, അത് പറഞ്ഞില്ല, അറിവില്ലായ്മ കുറ്റമല്ല, പക്ഷെ പോട്ടെ. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി MPയും ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റും ചില സത്യങ്ങൾ തുറന്ന് പറയും, ചിലർക്ക് പൊള്ളും. ഞങ്ങൾക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല, മുഖം നോക്കി മാറി നിൽക്കാൻ പറ്റില്ല. വോയിസ് ഓഫ് ജസ്റ്റിസ്, നിയമത്തിന് മുമ്പിൽ. ഞങ്ങൾ ഇന്നലെ കണ്ടില്ല, സംഘടനയുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, വീണ്ടും എന്നെ തന്നെ എൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ അത് ഞങ്ങൾക്ക് നിയമവുമല്ല, നീതി പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ പാർട്ടിയോ ജാതിയോ മതവും നോക്കാൻ പറ്റില്ല. അതായത് MP ശ്രീമാൻ IB ഈഡനും എറണാകുളം ജില്ലാ പ്രസിഡന്റ് DC പ്രസിഡന്റ് ഷിഹാസും കൂടി അവിടെ ചേർന്ന് എന്താ പറഞ്ഞറിയോ? ഇവിടെ സംഘർഷവും വർഗീയതകളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. നിങ്ങൾ എന്താ വിട്ടുവീഴ്ച? നിങ്ങൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് പോകണം. അങ്ങനെ ഭീഷണിപ്പെടുത്തും ഞാൻ പറയത്തില്ല, ഭീഷണിപ്പെടുത്താൻ കഴിയുന്നതുകൊണ്ട് MPക്കോ ഷിഹാസും ഇല്ല. അത് കുറച്ച് ഗുഡായിസും അല്ലെങ്കിൽ ഗഡ്സും. ഇത് രണ്ടുപേരും ഗുണ്ടുകളൊന്നുമല്ല. അതായത് ശിവകുമാറിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള പോലെ ഗുണ്ടിയൊന്നുമല്ല. അവർ പയ്യന്മാരാ, എനിക്കറിയാൻ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അവർക്ക് അറിഞ്ഞും കൂടാ, അവരെ ശീലിച്ചിട്ടില്ല, അവർ അച്ഛനോ ശീലിച്ചിട്ടില്ല. മര്യാദക്കാരും മാന്യന്മാരുമാണ്, അതൊന്നുമില്ല, ഭീഷണിയൊന്നുമില്ല. റിക്വസ്റ്റ് പറഞ്ഞ് പതിവ്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അനന്തര ഫലം മുസ്ലിം ലീഗിന് വരെയും ശിവൻകുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. കുഞ്ഞാക്കക്ക് കൊടുത്ത കഷായം ചെറുതല്ല. IBയും ഷിഹാസും കൂടി കളിച്ച കളിയിൽ കുഞ്ഞാക്ക ഇരുന്നു പോയി. കുഞ്ഞാക്കക്ക് അവസാനം പബ്ലിക്കിൽ വന്ന് പറയേണ്ടി വന്നു, ശിവൻകുട്ടി മന്ത്രിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എടോ മരമണ്ടന്മാരെ, നിങ്ങൾ ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ഫ്ലെക്സിൻ്റെ പല ഫോട്ടോ എൻ്റെ ഫോട്ടോ മാത്രം കളഞ്ഞിട്ട് ചില സ്ഥലത്ത് ഞാൻ നോക്കി. അത് നിങ്ങളത് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, നിങ്ങളങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമില്ല. പക്ഷെ ഞങ്ങൾ പറയുന്ന പോയിന്റുകൾ വ്യക്തമായിട്ട് ചില വിഭാഗത്തെ, ചില ദുഷ്ടശക്തികൾക്ക് ശരിക്ക് കൊള്ളുന്നുണ്ട്.
ഇത് മതി സാഹിബ് പറയുന്ന ആവേശമല്ല, അല്ലെങ്കിൽ SDPI പറയുന്ന തീവ്രവാദമല്ല. മിതവാദിയായ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയുന്നത് മിതവാദിയാണ്, രാജ്യസ്നേഹമാണ്, രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് പറയാണ്. വെണ്ണയിൽ നൂല് വലിക്കും പോലെ, ഒരു റോസാറ്റിയിൽ നിന്ന് പോകുന്നില്ല ആത്മാവ് വേദിക്കുന്ന ഗാന്ധി പറഞ്ഞ പോലെ, ഞങ്ങൾ അത്ര സ്മൂത്തായിട്ടും അത്ര സോഷ്യലായിട്ടും ജനങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജാതിയും മതം ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. കോൺഗ്രസ് പ്രത്യേക സ്നേഹമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വെറുപ്പും ഇല്ല. സത്യം സത്യം വേണം. നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തു? നിയമപരമായിട്ട് അനുവാദമുള്ള ഒരു കാര്യത്തെ നിങ്ങൾ അവിടെ സ്വകാര്യമായിട്ട് ആ വാപ്പാനെ കണ്ട് നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല. അതൊക്കെ ഞങ്ങൾ സമ്മതിക്കാം. നമുക്ക് നിങ്ങളോട് യാതൊരു ഇഷ്ടക്കുറവും ഏറ്റ മകനെ പോലെ കണ്ടുവരും. IM 77, അവരൊക്കെ 40 ഉള്ളൂ. അപ്പോൾ അതിന് നിങ്ങൾ കോൺഗ്രസും UDF കൊടുത്ത വില വളരെ വലുതാണ്. എങ്ങും ഇല്ലാതെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ ഇരുന്ന LDFിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കും നിങ്ങൾ പരവതാരി വിളിച്ചു കൊടുത്തല്ലേ സുഹൃത്തെ? IB മോനെ ശിവകുമാർ, ശിവശങ്കറല്ല, ശിവൻകുട്ടിക്ക് നിങ്ങൾ പരവതാനി വിരിച്ചു കൊടുത്ത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, കുട്ടിക്ക് അവകാശപ്പെട്ട് ഞങ്ങൾ സമ്മതിക്കാൻ, അതിനുവേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നിയമം അതാണ്. അത് ജനങ്ങൾ വീണുപോയി. UDFന് വളരെ ക്ഷീണം പറ്റിയത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, വീണ്ടും IBനോട് മറ്റ് എല്ലാ പ്ലാൻഡർമാരും പറയാണ്, രാജ്യം ഭരിക്കുന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എല്ലാ വിഭാഗത്തിനും ന്യായമായ സന്ദർഭവും സൗകര്യം കൊടുക്കണം, സാഹചര്യം കൊടുക്കണം, എണ്ണം കൊടുക്കണം. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. സഭയും സഭയുടെ ആൾക്കാരും പറഞ്ഞു തന്നെയുമല്ല, ഈ വാര്യംകുന്നത്ത് കുഞ്ഞുമ്പത് ഹാജി എന്ന് പറഞ്ഞ് ഒരു ചരിത്ര പുരുഷൻ, ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സിനിമ കൂടികൾ. ചിലവർ അത് വളരെയധികം പൊങ്ങിപ്പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞു, ചിലത് ഇഴത്തി പറഞ്ഞു. ഞാൻ പുകഴ്ത്തി പറയാൻ താല്പര്യമില്ല, ഇഴത്തി പറയാൻ താല്പര്യമില്ല. പക്ഷെ വാര്യംകുന്നത്ത് കുഞ്ഞുമ്പത് ഹാജിയെ കാണിച്ച് ബുദ്ധിയാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറയില്ല. കാരണം എനിക്ക് ദൈവം തന്നൊരു ജീവൻ, ഈ ജീവനും കളയാൻ വളരെ എളുപ്പമാണെന്നേ. ആ ബോഡി വന്ന് ഫോട്ടോ പിന്നെ കടലിൽ ചാഴുക, അതിൽ തീവണ്ടിക്ക് ചാഴുക, കളയെടുപ്പ് അതല്ല വേണ്ടത്. ഒരു ജീവനെ കളയല്ല വേണ്ടത്. ഈ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയൊക്കെ ചെയ്തതിൻ്റെ പരിണത ഫലം അറിയോ? ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള, ആരോഗ്യമുള്ള മലബാറിലെ യുവാക്കളെ വികാരപ്പെടുത്തി ബ്രിട്ടീഷുകാരെ തിരിച്ചുവിട്ട്. ആലപ്പുഴയിൽ നമ്മുടെ വയലാറിൽ കുന്തമായിട്ട് പണിക്കാർ വിട്ട് പട്ടാളം വന്ന് വെടിവെച്ച് ഒന്നുപോലെ. അതുപോലെ ധീരന്മാരായ യുവാക്കൾ നിങ്ങൾ വെറുതെ പുകഴ്ത്തി ബ്രിട്ടീഷുകാർക്ക് എതിരെ വിട്ടിട്ട് അവരെല്ലാം കൊല്ലുന്നു എന്നല്ലാതെ എന്ത് നേടിയിടും? വാര്യംകുന്നത്ത് അവിടെ എന്ത് നേടി? ആ സമുദായത്തിൽ എന്ത് നേടി? വാര്യംകുന്നത്തെ പുകഴ്ത്തി നടത്തുന്നുണ്ട്, കാര്യം ചെയ്ത് തരികയാണ്. വീരമാറ് കാണിച്ച് വെടിയേറ്റ് മരിച്ചത് ധീര ദേശാഭിമാനിയാണ്, ഒക്കെ ശരിയാണ്, ഒരു സംശയ കാര്യത്തിലില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാം? സമുദായം അല്ലെങ്കിൽ നാട് നേടി കുറേ ആൾക്കാരെ കൊല്ലാൻ പറ്റി. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ദൈവം മരിച്ചുപോയോ? അവിടെയാണ് ഗാന്ധിജിയുടെ മഹത്വം, ഗാന്ധിജിയുടെ പ്രത്യേകത. ആ നിരാഹാരം, അല്ലെങ്കിൽ നിരാഹാരം മാത്രമല്ല, പിന്നെ ഇതുണ്ടല്ലോ, എന്താണ് പറയുക, അപകടമില്ലാത്തതുണ്ടല്ലോ, ശാന്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതല്ലേ നല്ലത്, അതല്ലേ വേണ്ടത്. അല്ല, സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയും സഭയുടെ നേതാക്കളും ക്രിസ്ത്യൻ നേതാക്കളും ഒരു കാലത്തും ഇന്ത്യയിൽ, ലോകത്ത് മുസ്ലിം സമുദായത്തിൽ നീതി കാണിച്ചിട്ടില്ല. അത് നമുക്ക് ഇത്രയും കാലം നമ്മൾ പറയരുതാണ്, ഇപ്പം പറയേണ്ടി വരുന്നു. 500 വർഷ കുരിശ് യുദ്ധത്തിൽ എത്ര കോടി മുസ്ലിങ്ങളെ കൊന്നുണ്ട്? 500 വർഷം നടത്തിയതാണ് കുരിശ് യുദ്ധമല്ലേ? അത് എത്ര കോടി മുസ്ലിങ്ങൾ കൊന്നു? അതിനുശേഷം ഇറാനിലും മറ്റേലൊക്കെ ബോംബിട്ട് എത്ര കോടി മുസ്ലിങ്ങളെ കൊന്നു? ഒരിക്കലും സഭയും സഭയുടെ ആ നേതൃത്വവും ക്രിസ്ത്യൻ സമുദായത്തെയല്ല പറഞ്ഞത്. അവരൊക്കെ അധ്വാനം ജീവിക്കുന്ന, അവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല, ജീവിക്കുന്നുള്ളൂ. ഒരിക്കലും മുസ്ലിം സമുദായത്തിൽ നീതി പുലർത്തില്ല, ഇപ്പോഴും ഇല്ല, ഇത് മുമ്പുമില്ല. ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഈ വാര്യംകുന്നത്ത് കുഞ്ഞുമ്മദ് ഹാജി അവിടെ സഭ നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് തൃശ്ശൂരിൽ നിന്നാണ് കുറേ അധികം ക്രിസ്ത്യാനികൾ ചെന്ന് ബ്രിട്ടീഷുകാർ സഹായിച്ചത്. അതുകൊണ്ടല്ല ഈ ഒതുകാൽ വെട്ടൊക്കെ.
അവർ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലത്ത് അവരെ കൂടുതൽ ആനുകൂല്യം പറ്റി, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ കൂടുതൽ ആനുകൂല്യം പറ്റി. അങ്ങനെ ആനുകൂല്യം പറ്റുവാനുള്ള ഈ ഇന്ത്യയിലെ കാണുന്ന സ്ഥലം മുഴുവൻ ഏതാണ്ട് ഇപ്പോൾ ഒക്കപ്പോളിനേക്കാൾ 200 ഇരട്ടി സ്ഥലം അവർക്കുണ്ട്. വെറും 2% ക്രിസ്ത്യൻ സമുദായം, അതിൽ 0.6% കത്തോലിക്ക സഭയ്ക്ക്, 1% പോലും ഇല്ല ജനസംഖ്യയിൽ ഇന്ത്യയിൽ. അത് ഒക്കപ്പോളിനേക്കാൾ 200 ഇരട്ടിയുണ്ട്. ഗവൺമെൻറ് പറ്റിയ കണക്കുണ്ട്, നെറ്റിൽ അടിച്ചാൽ കിട്ടും. അങ്ങനെ അവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലം നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് അനുകൂലം പറ്റി. അത് കഴിഞ്ഞ് ബി ജെ പി അനുകൂലം പറ്റി. അവർക്ക് അനുകൂല്യം പറ്റി പാലിക്ക് ജീവിക്കാൻ ശീലിച്ചിട്ടുള്ളൂ. അതൊരു ബുദ്ധിയാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ കുറ്റം പറഞ്ഞല്ല, അവർക്ക് ബുദ്ധിയാണ്. പക്ഷേ ഈ സമുദായത്തിൽ ഒരിക്കലും നിങ്ങൾ നീതി പുലർത്തിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ഈ സമുദായം ഒരു പരാതിയില്ല. കാരണം നിങ്ങൾ ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, സമുദായമാണ്. മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ സമുദായം, അവർ തമ്മിൽ പരസ്പരം എതിർക്കാൻ പാടില്ല ഒരിക്കലും. പക്ഷേ ഇന്നിപ്പോൾ എന്ത് പറ്റി? ക്രിസ്ത്യൻകളും സംഘികളും പിന്നെ കാസയും കൂസയും എല്ലാം ചേർന്ന് ഈഴവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കേണ്ട ഒരേ തോൽ പക്ഷികളാണ്. ഒന്ന് പിന്നോക്ക ന്യൂനപക്ഷം. അങ്ങനെ ഒരുമിച്ച് KR ഗൗരിയമ്മയും CH മുഹമ്മദ് സാഹിബൊക്കെ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ രാഘവൻ വക്കീൽ, അങ്ങനെ ഒരുപടി ഈഴവ നേതാക്കളും മുസ്ലിം നേതാക്കളും ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു മേഖലയാണ് കേരളം. ആ കേരളത്തിൽ ക്രിസ്ത്യാനിയും ഈഴവനും തെറ്റിച്ച്, ഈഴവനും മുസ്ലിം തെറ്റിച്ച്, മുസ്ലിമും ക്രിസ്ത്യാനി തെറ്റിച്ച് BJP വളർന്നു, BJP വിജയിച്ചു. ഞാൻ അവർക്ക് കുറ്റമല്ല BJP, കാരണം നമ്മൾ കക്കാൻ പോകണേ അത് വിജയിക്കണം. അത് ശരിയോ തെറ്റോ വേറെ വച്ചാൽ. അപ്പം BJP പോരുന്ന പോളിസി തെറ്റാൽ ശരി, അതിലവർ വിജയിപ്പിക്കാൻ നോക്കുന്നു. അത് അവരുടെ കടമയാണ്. അത് നമ്മൾ പോലും കൗണ്ടർ വർക്ക് ചെയ്യണം, അല്ലാതെ അതിനെതിർത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഇതല്ല. ഞാൻ പറയില്ല, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് ആൾക്കാർ കയറും, കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ കയറും, ഈ RS ഭരിക്കും RS ആൾക്കാർ കയറും. അവിടെ RS ഭരിക്കും മാത്രം RS ആൾക്കാർ കയറുമ്പോൾ നമ്മൾ ശ്വാസം വിട്ട് കാര്യമുണ്ടോ? അവരാണ് ഭരിക്കുന്നത്, അവരാൾക്കാർ കയറ്റും. അത് അങ്ങനെ അന്ധമായ വിരോധം ഞങ്ങൾക്കില്ല, ആരോടുമില്ല, RSനോടും ഇല്ല. പ്രശ്നാധിഷ്ഠിതമാണ് പോലും. പക്ഷെ അതുപോലെ സഭയും അവർ വിജയകരത്ത് കാണിച്ചു, കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും മുസ്ലിം സമുദായം നീതി പുലർത്തിയുള്ളതെന്ന് സത്യമാണ്. അപ്പോൾ സഭ ഒന്നുകൂടി കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ, IBയുടെ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ, IBയുടെ ഈഴവൻ്റെ കേസ് വന്നപ്പോൾ വെള്ളപ്പള്ളി നടേച്ചു പോയി റാമുളി ഓച്ചാഞ്ച് റാമുളി ഇംഗ്ലാ വിളിച്ച് മുസ്ലിം സമുദായത്തെ 40% വരുന്ന കേരളത്തിൽ മുസ്ലിം സമുദായത്തെ അങ്ങേറ്റം നീചവും നികൃഷ്ടമായ രീതിയിൽ പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് പോയി യോഗത്തിൽ നിങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്ത് തോന്നില്ലേ? 2 കോൺഗ്രസ്സുകാരെ മരമണ്ടന്മാർ കോൺഗ്രസ്സുകാരെ പോയത്, ഒന്ന് IB, ഒന്ന് ബാബുയും മൊഴിയിൽ സ്വഭാവം. ഒരു സ്ഥലത്ത് പാമ്പ്, ഒരു സ്ഥലത്ത് മീൻ പോലെയാണ്. ഒരു ചിലപ്പോൾ ക്രിസ്ത്യാനോ, ഒരു ചിലപ്പോൾ ഹിന്ദുവാവും, അങ്ങനെ പോകുന്നത്. ഓക്കെ, ഇപ്പം അതൊക്കെ പൊളിഞ്ഞു പോയല്ലോ. അതുപോലെ ഇപ്പം സംഭവം, നിങ്ങൾ ഈ 40% വരുന്ന മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുത്ത് അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണം. ഉണ്ടോ നിങ്ങൾക്കങ്ങനെ? 15% ക്രിസ്ത്യൻസ് കേരളത്തിലുള്ളതേ, 15%. അല്ല, 5% കൺവേർട്ട് ക്രിസ്ത്യാനാണ്, ദളിതാണ്, അവന് പ്രത്യേക രാഷ്ട്രീയമില്ല. ബാക്കി 10% ഉള്ളൂ. ഈ 10% ക്രിസ്ത്യൻ, 10% ക്രിസ്ത്യൻ സഭയും, അതിൽ തന്നെ 4% കത്തോലിക്ക സഭ, ബാക്കി 6% പിന്നൊക്കെ ക്രിസ്ത്യൻ ലത്തീൻ കത്തോലിക്കാണ്. ആ ലത്തീൻ കത്തോലിക്കൻ്റെ സ്കൂളാണിത്. അവിടെയാണ് കളി വരുന്നത്. കളി നോക്കണം. അങ്ങനെ നിൽക്കും IB നേതാവായ നിങ്ങൾ. IBയോട് ചോദിക്കുകയാണ്, IB നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി എന്ത് അധ്വാനം ചെയ്ത്, എത്ര സഭ ചെയ്ത്, എത്ര ജയിലിൽ കിടന്നുണ്ട്? നിങ്ങൾ അച്ഛൻ്റെ പാരമ്പര്യം വെച്ച് പകരം ചാൻസ് കിട്ടിയ നിങ്ങൾക്ക് മിടുക്കനും യുക്തിയും ബുദ്ധിയുള്ള എത്രയോ പേര് കോൺഗ്രസ് ഇപ്പോഴും പുറത്ത് കിടപ്പുണ്ട്. എന്നിട്ട് നിങ്ങളെ പാർട്ടി വളർത്തിക്കൊള്ളുന്ന ഞങ്ങൾ അഭിമാനം കൊണ്ടാണ് വളർന്നത്. എന്നിട്ടും ഈ 40% മുസ്ലിങ്ങളുടെ കാര്യം വന്നപ്പോൾ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്കൂളിന് വേണ്ടി അനുകൂലം നിന്നില്ലേ? അത് മണ്ടനായ ഷിയാസ് പറഞ്ഞ് മനസ്സിലാക്കി, ഷിയാസ് നിങ്ങളുടെ പക്ഷത്താക്കി ആ കാക്കാനെ പോയി കണ്ട് സോപ്പിട്ട്. ഇപ്പോൾ എന്തു പറ്റി? മാർക്സിസ്റ്റ് പാർട്ടി CPI പാർട്ടികളിലോ ഹൈജാക്ക് ചെയ്തുകൊണ്ടല്ലേ നിങ്ങളെ പോളിസിയെ. ഇപ്പം പന്ത് ആരുടെ കയ്യിലിടോ? IB ഷിയാസെ, നിങ്ങൾ DC പ്രസിഡന്റ് അല്ലേ? നിങ്ങൾക്ക് നല്ല മനുഷ്യരാണ്. നിങ്ങൾ നാളെ ഉത്തരവാദിത്വം പന്തിയാകേണ്ടതാണ്, ഒരു സംശയമില്ല. IBയുടെ ഒക്കെ പണ്ടേ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, IBയുടെ KPCയുടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട്, കൊടുക്കാൻ പറ്റിയ ആളാണ്. പാർട്ടി വിൽക്കില്ല. അത് ജോർജേട്ടൻ്റെ മകൻ IB, പിന്നെ ജോർജേട്ടൻ്റെ മകനെ വിൽക്കില്ല, മറ്റുള്ള വിൽക്കില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. എന്നിട്ട് നിങ്ങൾ ചെയ്തോ? ഇപ്പോൾ ആ പന്ത് എവിടെ ചെന്ന്? ശിവൻകുട്ടിയുടെ LDFിൻ്റെ പഠിച്ചതല്ലേ?
കുഞ്ഞാലിക്കുട്ടി വരും പറയും, നിങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് കുഞ്ഞാലിക്കുട്ടി വരും പറയണമെന്ന് ശിവകുമാറിനെ പുകഴ്ത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് വാര്യം കുന്നത്തിൻ്റെ പ്രവൃത്തി മുഴുവൻ ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. കാരണം ബുദ്ധിപൂർവ്വമല്ല, അദ്ദേഹം ഒരു വർഗീയവാദിയോ അല്ലെങ്കിൽ തീവ്രവാദിയോ ഒന്നല്ല, സമ്മതിച്ചു, രാജ്യസ്നേഹിക്കുകയാണെന്ന് തന്നെ സമ്മതിക്കാം. പക്ഷെ കാണിച്ച് ബുദ്ധിമോശമാണ്, ആൾക്കാരെ കൊന്നില്ലേ. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗ് കാണിക്കുന്നത് മനസ്സിലായില്ലേ? മുസ്ലിം ലീഗ് മുസ്ലിം എന്ന പേര് ഉപയോഗിച്ച് അവർ നാശത്തിൻ്റെ പക്കത്തേക്ക് പോവാണ്. ഒരു നിലക്കും ഒപ്പം എത്താൻ പറ്റാത്ത വിഭാഗമാണ് കേരളത്തിൽ ഈ ഒരു മുസ്ലിം സമുദായത്തെ അപേക്ഷിച്ച്. ഒരു നിലക്കും വിദ്യാഭ്യാസം കൊണ്ട് സമ്പത്തുണ്ടോ എണ്ണം കൊണ്ടൊന്നുമില്ല. എന്നിട്ട് ആ വെള്ളാപ്പള്ളി തങ്ങളെ പോലും ഇട്ടോടി അടിക്കുമ്പോൾ നിങ്ങൾ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടല്ലോ. ഇത് നിങ്ങൾക്ക് എന്നാണ് ഇനി മനസ്സിലാകുന്നത്? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിൽ പ്രത്യേകം ചോദിക്കുകയാണ്, എന്നാ നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്നത്? മനസ്സിൽ എങ്ങനെ വെളിച്ചം വരും? വെള്ളാപ്പള്ളി പോലും രാഷ്ട്രീയക്കാരനല്ലാത്ത കേവല ഒരു സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി പോലും വിദ്യാഭ്യാസം ഒറ്റ കുറേ പണോട് മാത്രമേ ഉള്ളൂ. ഒരു ഒന്നുമില്ലാത്ത ഒരു വെള്ളാപ്പള്ളി പോലും നിങ്ങളെ പരസ്യമായിട്ട് പേരെടുത്ത് പറഞ്ഞ് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന മുസ്ലിം എന്ന പ്രയോഗത്തിലാണ്. ഏത് രാഷ്ട്രീയത്തിൽ? നിങ്ങൾ അത് മാറ്റി ദേശീയതായിൽ വന്നു നോക്ക്. നിങ്ങളെ ഒരക്ഷരം പിന്നെ വെള്ളാപ്പള്ളി പറയില്ല. വെള്ളാപ്പള്ളിയെ അപേക്ഷിച്ച് നോക്ക്, നിങ്ങൾ ആരാണ്? അപ്പം തങ്ങളും വെള്ളാപ്പള്ളി ഒരുപോലെ ആരും പഞ്ചായത്ത് മെമ്പറുമായിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞാക്കനെ അപേക്ഷിച്ച് നോക്ക്, ഈ രാജ്യം ഭരിച്ച കക്ഷികളാണ് വർഷങ്ങളോളം. ഈ രാജ്യത്തെ മുഖ്യമന്ത്രി കക്ഷിയുടെ ആളാണ് കുഞ്ഞാക്ക. ആ കുഞ്ഞാക്കനൊക്കെയാണ് ഈസി ആയിട്ടും വളരെ മോശമായിട്ടും പറയുന്നത്. അത് പറയാനുള്ള അവകാശം കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ വേറെ ദ്രോഹം ചെയ്തിട്ടില്ല. നിങ്ങൾ ആ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിച്ച് പാർട്ടി ഉണ്ടാക്കുമ്പോൾ അത് മാറ്റാണ് പറയുന്നത്. വേറെ ഒരു കുഴപ്പം നിങ്ങൾക്കില്ല. ഞാൻ വീണ്ടും പറയാണ്, പിണറായി സഖാവിനെ മാറ്റി നിർത്തിയെന്ന് കുഞ്ഞാക്കയുടെ ഒപ്പം നിൽക്കുന്ന ഏതെങ്കിലും നേതാവ് ഇന്ന് ഏതെങ്കിലും പാർട്ടിയിലോ കേരളത്തിൽ എന്നിട്ട് നിങ്ങളെ വേണ്ടത്തെ അംഗീകാരം കിട്ടും നിങ്ങൾക്ക്? നിങ്ങളിപ്പോൾ രണ്ടാം പോയിന്റ് കണക്കാക്കല്ലേ? എന്തത്? നിങ്ങൾ ആ മുസ്ലിം എന്ന ലീഗ് ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ യൂണിയൻ ലീഗ് അങ്ങനെയാക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ മൈനോറിറ്റി ലീഗ്, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്. അപ്പോൾ IUML മാറണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേറൊരു പേര്, നമ്മൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ഞങ്ങളിട്ട പേരാണ്, അതുവരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ അത് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതൊന്നുമില്ല. നിങ്ങൾ ആ മുസ്ലിം ലീഗ് ഉപയോഗിച്ച് കഴിഞ്ഞ 80 വർഷം കളഞ്ഞില്ലേ ഒരു സമുദായത്തെ? തകർത്ത് കളഞ്ഞില്ലേ? ഇബ്രാഹിം സുലൈമാൻ സാറിട്ട് ദേശീയ പ്രസിഡന്റ്, ഒരാൾ പറഞ്ഞു ഇബ്രാഹിം സുലൈമാൻ സാറിട്ട് ദേശീയ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഷിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ്. ഷിഹാബ് തങ്ങളാർത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക. അതാ നിങ്ങൾ ഷിഹാബ് തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് ആകുകയും ചെയ്യും, ദേശീയ പ്രസിഡന്റ് നിങ്ങൾ തള്ളിക്കളയും ചെയ്യും. ആ ഒരു രീതി വേണ്ടെന്നേ. നിങ്ങളാണ് മിടുക്കരെങ്കിൽ നിങ്ങൾ ദേശീയ പ്രസിഡന്റ് ആയിക്കോ. പണ്ട് ഷിഹാബ് പിന്നെ ഇതുണ്ടല്ലോ, റാഫിക്ക് തങ്ങൾ ദേശീയ പ്രസിഡന്റ് ആയിരുന്നു. എന്താ കുഴപ്പമുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. താങ്കൾ ദേശീയ പ്രസിഡന്റ് ആകല, നിങ്ങളാണ് ദേശീയ പ്രസിഡന്റ് ആകട്ടും. കാരണം കേരളത്തിലാണ് ഈ പാർട്ടി ചിലപ്പോൾ ശക്തിയുള്ളത്. അവിടെ നിങ്ങൾ തന്നെ ദേശീയ പ്രസിഡന്റ് ആക്കണം. അത് നിങ്ങൾ ആകെയില്ല, മറ്റുള്ള ആക്കിയോട് നിങ്ങൾ സെക്കൻഡാക്കി. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ അടുത്തുപോലും നിങ്ങൾ നാണം കേടാനുള്ള ഒറ്റ കാരണം ഈ മുസ്ലിം എന്ന വാക്ക് രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പോൾ നിങ്ങൾ വന്ന് പിന്നെ ശിവൻകുട്ടിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന മുന്നണി പിന്തുണ വെക്കേണ്ടി വന്നല്ലേ കുഞ്ഞാക്ക? അത് നിങ്ങൾ ആ പൊന്നാര മോൻ പിന്നെ IB ഈടനും ആ ഷിഹാസും അല്ലേ? അവരുടെ നിഷ്പക്ഷമാറ്റം മതിയായിരുന്നു. നിയമത്തിൽ വഴിക്ക് പോയിട്ട് പറയുന്നത് അത് ചെയ്തില്ല. ചെയ്ത് ഉള്ളാലെ ചരട് വലിച്ച് അവസാനം നാണം കെട്ട് പറഞ്ഞു വരുന്നത്. അപ്പോൾ സഭയാണെങ്കിലും അയരാണെങ്കിലും പിന്നെ കുറച്ചുകൂടി മിതത്വം പാലിച്ച് മുന്നോട്ട് പോയാൽ തെറ്റില്ല. ഇല്ലെങ്കിൽ ഈ 40% വരുന്ന മുസ്ലിം സമുദായമുണ്ട്. അവർ പഴയതുപോലെ പണ്ട് ഗ്യാസ് ഏജൻസി എടുത്തപ്പോൾ ഒരു പട്ടി ചോദിച്ച് മുഹമ്മദ് സാഹിബ് MESൻ്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സാഹിബിൻ്റെ സുഹൃത്ത കോട്ടയത്താനാണ്, എറണാകുളത്ത് വാങ്ങില്ല. അത് ചോദിച്ച് മുഹമ്മദ് സാഹിബ് നിങ്ങൾ പോലെ കാലിപ്പാട്ടും ചാക്ക് വെച്ചോ നടത്തിയ പോലെ എന്നിട്ട് ഗ്യാസ് ചിരിച്ചുകൊണ്ട് തമാശക്കാൻ ചോദിച്ചാളാണ്. അങ്ങനത്തെ എന്നും വെറു കുറ്റിയായിട്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഞങ്ങൾക്ക് ആഗ്രഹമില്ല, ഞങ്ങളുടെ സമുദായത്തിന് ആഗ്രഹമില്ല. അവർ നിങ്ങളുടെ ഒപ്പം തന്നെ എത്താൻ നോക്കുകയാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നേറ്റം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ മുന്നേറില്ലെന്ന് മാത്രമല്ല അപകടത്തിലേക്ക് പോകും. നിങ്ങളും നശിക്കും, രാജ്യം നശിക്കും, പാർട്ടി നശിക്കും, കോൺഗ്രസ് നശിച്ചു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കുറ്റം പറഞ്ഞ് ഈ വൈപ്പിൻ കൊച്ചിൻ പാലം ഫോർട്ട് കൊച്ചി പാലത്ത് തറക്കൽ ഇട്ടാൽ LDFൻ്റെ റാങ്ക് എവിടെ എത്തി?
പിണറായിയുടെയും ബ്രായൻ്റെ മരുമൻ മുഹമ്മദ് റിയാസിനെയൊക്കെ സ്ഥാനം ഇവിടെ എത്തി. ആൾക്കാരെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ആ ഒന്ന് ഡൗണായി അൻവറൊക്കെ ഇടപെട്ട് ശരിയാണത്. അതത് നിൽക്കില്ല. അപ്പോൾ പ്ലേറ്റ് മാറ്റിപ്പോ അതൊക്കെ മാറ്റി വെച്ച് തൽക്കാലം BJPയോട് ധാരണ എത്തി. ഇനി ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പരസ്യമായിട്ട്, ഞങ്ങൾ അല്ലെങ്കിൽ വോട്ട് പോകുന്നത് അത് അവരും അംഗീകരിച്ചു. ഇപ്പം അതിൻ്റെ ഉദാഹരണമാണ് ഇത് ഇപ്പോൾ ഇവിടെ സെൻറ്റ് സ്കൂളിലെ കാര്യങ്ങൾ അവർ പിക്കപ്പ് ചെയ്യും, മേക്കപ്പ് ചെയ്യും. ഈ തീവണ്ടി പകല് ഓട്ടം കുറഞ്ഞാൽ രാത്രി ഓട്ടത്തിൽ അത് മേക്കപ്പ് ചെയ്യും എന്നതുപോലെ അവരത് ഉൾക്കൊള്ളും. അവിടെയും ലീഗിനോ കോൺഗ്രസിനോ പറ്റുന്നില്ല. മുസ്ലിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്താലും അവിടെ ചില വീഴ്ചകൾ വരും. പക്ഷെ അതിനകത്ത് നിങ്ങൾ കാലുവാരും ചെയ്യും. അത് IBയോട് പറയാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയ പക്വത ഇല്ലെങ്കിൽ, രാഷ്ട്രീയത്തെ ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായിരിക്കണം. നിങ്ങൾ കഴിയുന്ന അങ്ങനെ ഓടി ഇടപെടരുത്. പല ഇടപെട്ടുണ്ട് സമുദായത്തിന് വേണ്ടി, നിങ്ങളുടെ സമുദായത്തിന് വേണ്ടിയൊക്കെ. അതൊക്കെ ഇടപെട്ട കുഴപ്പമില്ല. കാരണം എറണാകുളം ജില്ലയിൽ കൂടുതൽ വോട്ടുള്ള അവരുടെ പക്ഷേ അത് കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു സമുദായത്തിൽ ഇടപെടുന്ന നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ നിഷ്പക്ഷമായിക്കൊണ്ടിരുന്നു, വേറെ ആരെങ്കിലും വേണ്ടിയിരുന്നു. നിങ്ങളുടെ കക്ഷിയാണ് ക്രിസ്ത്യനാകുമ്പോൾ നിങ്ങൾ പോരുത്, അല്ലെങ്കിൽ ഷിയാസ് കക്ഷിയാകുമ്പോൾ പോരുത്. പിന്നെ ആര് പോകണം? വേറെ ഹിന്ദുവിൽപ്പെട്ട ഏതിൽ കോൺഗ്രസ്സുകാർ വേണ്ടിയിരുന്നു. അങ്ങനെ അവിടെ അത് വീഴ്ച പറ്റിയാൽ പോലും അത് തടസ്സമില്ല. ഇത് നിങ്ങൾ കാക്കായും ക്രിസ്ത്യാനും ചെന്നപ്പോഴല്ലോ അവിടെ വീഴ്ച പറ്റിയാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വന്നു. അതിന് ലക്ഷമാണ് കുഞ്ഞാക്ക വന്ന് ശിവകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തത്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പറയേണ്ടി വന്നു. അപ്പോൾ കുഞ്ഞാക്കായും ഈ IBയെ പോലെ കോൺഗ്രസ് നേതാക്കളും കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി എപ്പത്തിയാണ്. എനിക്കല്ല IBയോടോ അല്ലെങ്കിൽ ഷിയാസിനോടോ ഒരു ഇഷ്ടക്കുറവുമില്ല. ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ചന്ദനമരം വെട്ടി നശിപ്പിക്കും നമ്മളതിൻ്റെ സ്മെല്ല് നമുക്ക് തരുന്ന പോലെ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഹൃദയം നമുക്ക് വർക്ക് ചെയ്യുന്ന പോലെ ഇപ്പോഴും ഈ നിമിഷം ഞങ്ങളുടെ പ്രവർത്തനം UDF അധികാരത്തിൽ കയറ്റാനും തദ്വാര LDF നിലനിർത്താനാണ്. അതിലൊരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ബുദ്ധിമോശം കാണിച്ചാൽ ഞങ്ങൾക്ക് പറ്റാതെ കരൾ പറയും പോലെ ഞങ്ങളൊന്ന് രക്തം ശുദ്ധീകരിച്ച് പോകുന്നതാണ്. പക്ഷേ ഞങ്ങളുടെ ലിമിറ്റ് കൂടുതൽ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയും പോലെയാണ്. നിങ്ങൾ മണ്ടത്തെ കാണിക്കുന്നതെങ്കിൽ ഇപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.